എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേജ് ഫെസ്റ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എന്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ധാവണിയാണ്. ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ ധാവണിനെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം കൂടിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞങ്ങളുടെ റെഡി ടു വെയർ ആയിട്ടുള്ള ബ്ലൗസ് ആട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ ഷോളാണ്. നമ്മുടെ ബനാറസി വീവിങ്ങിൽ വരുന്നിട്ടുണ്ടായിരുന്ന സ്കേർട്ടാണ്. നല്ല അടിപൊളി സ്റ്റിച്ചിങ്, നമ്മുടെ തന്നെ സ്റ്റിച്ചിങ്ങും ആണ് വരുന്നത്. എല്ലാ ഐറ്റവും ഇതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ഇതിനെ ഏത് കളർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും പറയണം. അപ്പം ഇത് നമുക്ക് ഡിഫറെന്റ് രീതിക്ക് തരാം. ഇത് നിങ്ങൾക്ക് സ്കേർട്ട് മാത്രമായിട്ട് വന്നിട്ട് അതിലേക്ക് എന്താ പറയുക സ്ലീവ് ടോപ്പ് മാത്രമായിട്ട് ചെയ്യാം, ധാവണിയായിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൽ ഞാൻ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഷാൾസ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതിൽ ഇതാ നിങ്ങൾക്ക് അടുത്ത പെയർ ചെയ്ത്, ഇത് നല്ല മൂവിങ് ആയിട്ടുള്ള സാധനമാണ്. എൻ്റെ അടുത്ത് ബ്ലൗസ് ഇവിടെ റെഡി ടു വെയർ ആയിട്ടില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇത് ഡിയർ ചെയ്യുന്നത്. നല്ല ഡിമാൻഡുള്ള കളർ, ഇത് എല്ലാവരും ചോദിക്കുന്നത് ഈ കളർ ഇതാണ്. അപ്പം ഇത് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ കളർ ഇത് വിത്ത് ഈ ഒരു ധാവണിയായിരിക്കും വരുന്നുണ്ടാവുക. ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ബൾക്ക് പർച്ചേസ് എന്തായാലും നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അവൈലബിൾ ആണ് ഈ ഐറ്റം. ഫസ്റ്റ് കളർ അതാ വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഗ്രീൻ, ഞാൻ ഈ റെഡി ടു വെയർ എൻ്റെ അടുത്ത് ഗ്രീൻ ബ്ലൗസ് ഇതിലേക്ക് മാച്ചിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ സെയിം ബ്ലൗസ് ആട്ടോ. ഇതേ സെയിം ബ്ലൗസ്, ഇതേ കളർ സെയിം ബ്ലൗസാണ് ഞാൻ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ പ്ലെയിൻ ഇട്ടാലും കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ബ്ലൗസ് നിങ്ങളുടെ ചോയ്സസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ്. ഈ ഒരു കളറും നമുക്ക് നല്ല അടിപൊളി കളറാണ്. ഈ ഒരു കളറും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഞാൻ ഓരോ കളേഴ്സ് കാണിച്ചു പോവുക കേട്ടോ. യെല്ലോൻ്റെ വേറൊരു ഷെയ്ഡാണിത്. യെല്ലോൻ്റെ എന്താ പറയുക, നല്ല നമ്മൾ പറയില്ല നല്ല യെല്ലോ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. ഷോൾസ് മാത്രമാണ് ഞാൻ മാറ്റുന്നത്. സ്കേർട്സ് ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസും കാണിച്ചു തരാം കേട്ടോ. ഇത് അടുത്ത കളറാണ് വരുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഞാനിതൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിത്തിൻ സെക്കൻഡ്സ് ഞാൻ മാറ്റി വന്നതാണ്. ഇതൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. നല്ല പ്യുവർ ജോർജറ്റിൽ നമ്മളെ വീവിങ് കണ്ടോ, സിൽവർ വീവിങ് വരുന്ന നല്ല പ്യുവർ ജോർജറ്റിന്റെ ഇതാണ് വരുന്നത്. അതേമാതിരി ബനാറസി ക്ലോത്ത്, ഒറിജിനൽ ബനാറസി മെറ്റീരിയൽ ആണ്. ചെക്സ് വരുന്നുണ്ട്. പിന്നെ 3 ഇഞ്ച് അല്ല, ഒരു 5 ഇഞ്ചിൽ നമ്മൾ ഇതും വരുന്നുണ്ട്. കസവ് ബോർഡറും വരുന്നുണ്ട്. പിന്നെ അടുത്ത ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ ഏതിൻ്റെയാണ് വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് കളേഴ്സൊക്കെ നിങ്ങളുടെ ചോയ്സ്, അതാണ് ഇത്രയും ചോയ്സസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളെ പുതിയ വീഡിയോസ്, പുതിയ കാര്യങ്ങളായിട്ട് ഇത്രയും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഗ്രീൻ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് മാത്രം മാച്ച് ചെയ്യുന്ന രീതിക്ക് ചെയ്തു എന്നുള്ളൂ. ഇനി അടുത്ത സ്കേർട്ട് വരുന്നത് സ്റ്റിച്ചഡ് അല്ല കേട്ടോ. സ്റ്റിച്ചഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചിട്ടില്ല. ഇത് നമുക്ക് അംബ്രല സ്കേർട്ട് പോലെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇതിനും ഏതെങ്കിലും ഷാൾ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് അയച്ചാൽ മതി. സ്കേർട്സ് മാത്രമായിട്ട് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെ നല്ല അടിപൊളി ക്ലോത്ത്സ് ആണ്. ഇപ്പം നല്ല ട്രെൻഡിങ് ആണ്. ഇത്തവണത്തെ ട്രെൻഡിങ് ഐറ്റം കൂടിയാണ്. പിന്നെ അടുത്തൊരു അടിപൊളി ഐറ്റം കാണിക്കാം. ഇത് എനിക്ക് വേറെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് വേറെ നല്ല സ്ലീവ്, നമ്മളെ എന്താ പറയുക, സ്കേർട്ടിന്റെ വീതി കാണുന്നുണ്ടല്ലോ, അത്രയും വീതി വരുന്നത് സ്കേർട്ടാണ്. നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പട്ടുപാവാടയും ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുൾ സ്ലീവായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മളെ കലങ്കാരി എല്ലാം നമ്മുടെ അടുത്ത് ഇവിടെ അജ്രക്കിന്റെ മെറ്റീരിയൽസ് ഒക്കെ കുറേ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കേർട്സും എന്താ പറയുക അജ്രക്കിന്റെ ബ്ലൗസുമായിട്ട് പ്രാവശ്യം ട്രെൻഡിങ് ആയിട്ടുണ്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പം സ്കേർട്സ് ഒക്കെ നല്ല ക്ലിഡിലനായിട്ട് നമ്മളൊരു ഇപ്പം ഞങ്ങൾ ഹോൾസെയിൽ കടയാണ്, പക്ഷെ എനിക്ക് പൊതുവെ ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലെയർഡ് ആയിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. നല്ല ബൊട്ടിക് ടൈപ്പിലാണ് ഈ ഒരു ഐറ്റംസ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിനൊക്കെ നല്ലോണം എൻക്വയറീസ് ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് എനിക്കിത് ചെയ്യാനുള്ള സമയം കിട്ടിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ യൂണിഫോം ഓർഡേഴ്സ് എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ്. പിന്നെ നിങ്ങൾക്ക് സിംപ്ലി വരേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഷോർട്സോ കാര്യങ്ങളും പെയർ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറന്റ് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഉണ്ടായിട്ട് ഐറ്റം.
അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് ഞാൻ സ്പെഷ്യലി ഫോർ നമ്മുടെ കേച്ച് വസ്ത്രയുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഓണത്തിന് സ്പെഷ്യൽ ഏതെങ്കിലും ഡ്രസ്സ് വേണം, നിങ്ങൾ പെട്ടെന്ന് വീഡിയോസ് എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ അപ്ഡേറ്റ്സ് ഞങ്ങൾ വരുന്നുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന രീതിക്കുള്ള പുതിയ ഡിസൈൻസ് ആയിട്ട് നമ്മൾ വരും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും, റെഡി ടു വെയറിൻ്റെ വീഡിയോസും ആയിട്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.